ഓക്കെ, ഇത് നമ്മൾ ഓൾജിബ്രേനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റിലൊക്കെ കണ്ടു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 3 raised to x ഈക്വൽ ടു 9 raised to y ഈക്വൽ ടു 2 raised 27 raised to z. ഓക്കെ, ദെൻ പറഞ്ഞത് 1/3x പ്ലസ് 1/6y പ്ലസ് 1/9z എന്ന് വെച്ച് കഴിഞ്ഞാൽ 32/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 raised to x അങ്ങനെ തന്നെ എഴുതുക. ഈ 9y നിങ്ങൾ 3ന്റെ പവറായിട്ട് എഴുതുക. അപ്പോൾ നമുക്കറിയാം 3 raised to 2 ഹോൾ സ്ക്വയർ y എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അടുത്തത് 3 raised to 3 ഹോൾ സ്ക്വയർ z എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിത് 3x 3 raised to 2y 3 raised to 3z എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നമ്മൾ പവർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2y ഈക്വൽ ആണ്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2y ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഞാൻ വൈനെ എക്സിന്റെ ടൈമിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ x/2 എന്ന് എനിക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3z ഈക്വൽ ആണ് പവർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇസഡിനെ എക്സിന്റെ ടൈമിൽ പറയുവാണെങ്കിൽ x/3 എന്ന് പറയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഇതിലോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ 3x അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അടുത്ത വൈക്ക് പകരം എനിക്ക് 6 × x/2 എന്ന് എഴുതാം. x/2 എന്ന് പറഞ്ഞെഴുതാം. കട്ട് ചെയ്ത് പോവും, 3 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അടുത്ത എനിക്ക് ഇസഡിന് പകരം x/3 എന്ന് എഴുതാം. x/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെയും കട്ട് ചെയ്ത് പോവും, എന്നിട്ട് 3x എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മളിത് സം എടുത്തു കഴിഞ്ഞാൽ 1/3x 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 3 പ്രാവശ്യം 3/3x എന്ന് പറഞ്ഞു വരും. 3/3x എന്ന് പറഞ്ഞു വരും. അതിൻ്റെ വാല്യൂ ആണ് 32/3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. 32/3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് 3/12 എന്ന് പറഞ്ഞു കിട്ടും. 3/32 എന്ന് പറഞ്ഞു കിട്ടും. 3/32 എന്ന് പറഞ്ഞു കിട്ടും. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇസഡിൻ്റെ വാല്യൂ ആണ്. എക്സ് 3/32 ആണെങ്കിൽ ഇസഡ് എത്ര വരും? ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x/3 ആണ്. സോ 1/32 ആയിരിക്കും ഇസഡിൻ്റെ വാല്യൂ വരാൻ പോകുന്നത്. സോ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.